എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോ ദ ബൈബിളിൽ രണ്ട് പുസ്തകങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒന്ന് സദൃശ്യവാക്യങ്ങൾ, അതല്ലെങ്കിൽ സുഭാഷിതം, അത് പിന്നെ അടുത്തത് സഭാപ്രസംഗി. ഇതാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരാളാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കിങ് ഓഫ് സോളമൻ അല്ലേ, ശലോമോൻ രാജാവാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ സദൃശ്യവാക്യങ്ങൾ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾക്കകത്ത് ഒരു 3 എഴുത്തുകാരുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ശലോമോൻ രാജാവ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ എഴുത്തുകാരെന്ന് പറയുന്നത് ജ്ഞാനികളുടെ പുസ്തകം എന്ന് പറയും. അതായത് നമ്മുടെ ഹിസ്കിയാവിൻ്റെ ഓഫീസിലുള്ളവരാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്, ജ്ഞാനികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ലെമുവൽ രാജാവ് അല്ലെ, ആഗൂർ പിന്നെ ലെമുവൽ രാജാവ്. ഇങ്ങനെ 3 പേരാണ്, 3 കൂട്ടം ആൾക്കാരാണ് നമ്മുടെ സദൃശ്യവാക്യങ്ങൾ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, എന്നാൽ സഭാപ്രസംഗം എഴുതിയിരിക്കുന്നത് ശലോമോൻ രാജാവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മുടെ സദൃശ്യവാക്യങ്ങളിൽ നിന്ന് സംസാരിക്കാം. സദൃശ്യവാക്യങ്ങൾക്കകത്ത് 31 അധ്യായങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 31 അധ്യായങ്ങളിൽ നമ്മൾക്കറിയാം, മെയിനായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ജ്ഞാനം അല്ലേ, ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സദൃശ്യവാക്യങ്ങൾക്കകത്ത് തുടക്കം തന്നെ പറയുന്നത് യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അത് ഇംഗ്ലീഷിലോട്ട് വന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ലോഡ്, അതായത് യഹോവയോടുള്ള ഭയം, യഹോവ ഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു മനുഷ്യന് ജ്ഞാനം ലഭിക്കണമെങ്കിൽ എന്താണ്, അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓർക്കുക, നമ്മുടെ സ്കൂളിൽ പോയി പഠിക്കുകയും കോളേജിൽ പോയി പഠിക്കുകയും PhD എടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ലോകത്തിലെ ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതെന്താണ്, ദൈവം തരുന്ന ദൈവികമായ വിസ്ഡം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിസ്ഡം നമ്മൾക്ക് എവിടെ നിന്ന് ലഭിക്കത്തുള്ളൂ, ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് അനുഭവസ്ഥനായ നമ്മുടെ ശലോമോൻ രാജാവ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ശലോമോൻ രാജാവിനെ കുറിച്ച് നമ്മൾക്കറിയാം അല്ലേ, അദ്ദേഹം ജ്ഞാനികളിൽ ജ്ഞാനിയാണ് അല്ലേ. അപ്പോൾ ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ജ്ഞാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സദൃശ്യവാക്യങ്ങൾക്കകത്ത് പല വിധത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ദൈവം തരുന്ന ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു ജ്ഞാനിയും ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു മനുഷ്യനെയും കുറിച്ച് താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമായ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ സാരാംശം എന്താണ്, സാരാംശം ഇത്രയേ ഉള്ളൂ: യഹോവ ഭക്തി, അല്ലെങ്കിൽ യഹോവയെ ഭയപ്പെടുന്നവന് മാത്രമേ എന്തുള്ളൂ, ജീവിതത്തിൽ വിജയമുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ആഗൂർ എഴുതി വെച്ചിരിക്കുന്നതും നമ്മുടെ ലെമുവൽ രാജാവിൻ്റെ വചനങ്ങളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലേ. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു ഭാര്യയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണ്, അവളെ എങ്ങനെയാണ് ശ്രേഷ്ഠയായിട്ട് അറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്, ഒരു സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൾ യഹോവ ഭക്തി ആയിരിക്കുമ്പോഴാണ് എന്നും കൂടെ അവിടെ ഫൈനലി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, യഹോവ ഭക്തി അല്ലേ, ദൈവത്തോടുള്ള ഭക്തി എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവിക ജ്ഞാനം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, നമ്മളുടെ ജീവിതത്തിൽ ജയമുണ്ടാകത്തുള്ളൂ എന്നുള്ളതൊക്കെ അവിടെ നമ്മളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്, ഒരു ജ്ഞാനമില്ലാത്ത മനുഷ്യന്, അത് നമ്മൾക്കറിയാം അല്ലേ, നമ്മൾക്ക് ജ്ഞാനമില്ല എങ്കിൽ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമില്ല എങ്കിൽ നമ്മൾ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ അല്ലേ, നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ സഭകളിലാണെങ്കിൽ പോലും ദൈവികമായൊരു ജ്ഞാനമില്ല എങ്കിൽ ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റി ഒരു ദൈവികമായ ജ്ഞാനം നമ്മളുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് യഹോവ ഭക്തി നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഓർക്കുക, ഈ ശലോമോൻ രാജാവ് നമ്മുടെ സദൃശ്യവാക്യത്തിനകത്ത് ശലോമോൻ രാജാവ് എഴുതി വെച്ച്, അതായത് 3 റൈറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ജ്ഞാനികൾ എഴുതിയിരിക്കുന്നത് ശലോമോൻ്റെ ജ്ഞാനം തന്നെയാണ്. ശലോമോൻ പറഞ്ഞു വെച്ചിരിക്കുന്നതും എഴുതി വെച്ചിരിക്കുന്നതുമാണ് അവരിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സദൃശ്യവാക്യത്തിനകത്ത് മിക്കപ്പോഴും അതിൻ്റെ ഭൂരിഭാഗവും എന്താണ്, ശലോമോൻ്റെ ജ്ഞാനമാണ് അല്ലേ. അപ്പോൾ ഈ ശലോമോൻ രാജാവ് ദൈവത്തിൻ്റെ ജ്ഞാനിയാണ്, ദൈവം ജ്ഞാനം കൊടുത്ത മനുഷ്യനാണ് അല്ലേ. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, എനിക്ക് എന്ത് വേണം, എനിക്ക് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു അല്ലേ, ജ്ഞാനം കൊടുത്തു. ശലോമോൻ്റെ അത്ര ജ്ഞാനമുള്ള വേറെ ആരുമില്ല എന്നൊക്കെ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്
നമ്മുടെ നമ്മുടെ എന്താണ് സദൃശ്യവാക്യങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജ്ഞാനം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ഉത്തമയായ സ്ത്രീ എന്തായിരിക്കണം എന്നുള്ള ലെമുവേൽ രാജാവിൻ്റെ വാക്കുകളൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കാരണം ഒരു സ്ത്രീ നല്ലവളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീയിൽ ജ്ഞാനിയായ സ്ത്രീ ആണെങ്കിൽ എന്തുള്ളൂ, ഒരു കുടുംബം പണിയപ്പെടുത്തുള്ളൂ എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് സഭാപ്രസംഗിയിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ കാണുവാനായിട്ട് കഴിയുന്നത്? അവിടെയും ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജ്ഞാനിയായ മനുഷ്യനാണ്, ദൈവം എനിക്ക് ജ്ഞാനം തന്നു, പക്ഷേ അതൊക്കെ എന്താണ്, ദൈവത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ എന്താണ്, ഒന്നും അല്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്ന അത്രയും വാല്യൂ ഉള്ളത് മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ശലോമോൻ രാജാവിൻ്റെ ചരിത്രം നമ്മൾക്കറിയാമല്ലേ. അദ്ദേഹം ആദ്യം നന്നായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നു. പിന്നെ എന്താണ്, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് എടുത്തതെന്ന് വിവാഹമൊക്കെ കഴിച്ചതോടെ അദ്ദേഹം ദൈവത്തെ വിട്ടുപിരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവ സമ്പത്തിൽ നിന്നും കൂടിയാണ് അദ്ദേഹം ഈ സഭാപ്രസംഗി എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുകയാണ് എല്ലാം മായയാണ്, സകലതും മായയാണെന്നൊക്കെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയുവാൻ കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്നാണ് അദ്ദേഹം അതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾക്ക് ദൈവികമായ കുറച്ച് വചനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോകാം. അപ്പോൾ സദൃശ്യവാക്യത്തിനകത്ത് അവിടെ എന്താണ്, അവിടെ മെയിനായിട്ടും പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്താണ്, നേരുള്ളവർ ദേശത്ത് വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ നേരുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ, ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ആരുടെ മേലെ വരത്തുള്ളൂ, നേരുള്ളവൻ്റെ മേലെ വരത്തുള്ളൂ എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്, യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്. അത് 3-ാം അധ്യായം, സദൃശ്യവാക്യം 3-ാം അധ്യായം 33-ാം വാക്യമാണത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ ദുഷ്ടന്മാരെക്കുറിച്ചും നീതിമാന്മാരെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിശാചിനാൽ ആകർഷിക്കപ്പെടുന്നവരെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവികമായ ആകർഷണം ഉള്ളവരെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ്, യഹോവയുടെ ശാപം എവിടെയുണ്ട്, ദുഷ്ടൻ്റെ വീട്ടിലെ യഹോവയുടെ ശാപമുണ്ട്. എന്നാൽ നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ നീതിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ്, ഇനി ഈ ജ്ഞാനം നമ്മൾ എങ്ങനെ പ്രാപിക്കണമെന്നും ജ്ഞാനം നമ്മൾ ദൈവത്തോട് ചോദിച്ച് ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, എന്നാലേ അത് നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. പിന്നെ പറയുകയാണ് ധനവും ബഹുമാനവും ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, അതൊക്കെ വരുന്നത് യഹോവയിൽ നിന്നാണ് വരുന്നത് അല്ലേ. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, അതൊക്കെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊക്കെ അദ്ദേഹം അറിഞ്ഞതാണ് അല്ലേ, ജീവിതത്തിൽ അറിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, അടുത്തത് പറയുകയാണ് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. എന്ന് വെച്ചാൽ നീ സമ്പത്തുണ്ടാക്കാൻ എത്ര ഓടി നടന്നാലും യഹോവയെ അനുഗ്രഹിച്ചില്ല എങ്കിൽ എന്താണ്, നിന്റെ വീട്ടിൽ എന്തുണ്ടാകത്തില്ല, സമ്പത്തുണ്ടാകത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ്, യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. പിന്നെ എന്താണ്, നീതിമാൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. അത് 10-ാം അധ്യായം 30-ാം വാക്യമാണ് കേട്ടോ. ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. അതൊക്കെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്, 13-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. 13-ാം അധ്യായത്തിന്. ഇനി അത് 14-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറയുകയാണ്, അതിൻ്റെ 27-ാം വാക്യത്തിനകത്ത് പറയുകയാണ് യഹോവ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഫൈനൽ സമ്മറി എന്ന് പറയുന്നത് എന്താണ്, യഹോവ ഭക്തി അല്ലേ. ഇനി അടുത്തതൊന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നമ്മുടെ 18-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ, നമ്മുടെ നാവിൻ്റെ മേൽ എന്തുണ്ട്, നമ്മുടെ നാവിൻ്റെ മേൽ ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളെന്താണ്, പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങൾ, അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ നമ്മളുടെ വായിൽ നിന്ന് പുറത്തോട്ട് വരാവുള്ളൂ. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും നമ്മൾ എന്തേ പറയാവുള്ളൂ, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളും പോസിറ്റീവായിട്ടുള്ള വാക്കുകളും മാത്രമേ പറയാവുള്ളൂ. കാരണം നമ്മുടെ നാവിന്മേൽ ദൈവം എന്ത് തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഒരിക്കൽ കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് 21-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറയുകയാണ് രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ
അതിനെ തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുവാൻ ആർക്ക് കഴിയും? യഹോവയാം ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, ഏതെങ്കിലും വ്യക്തികളെ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മൾ അതിന് മുൻപേ പ്രാർത്ഥിച്ചിട്ട് പോകണം. ദൈവമേ, ആ വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം എനിക്ക് അനുകൂലമാക്കി തിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയത്തുള്ളൂ. ദൈവത്തിനത് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് 22-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അപ്പോൾ ധനവും മാനവും ജീവനും ഒക്കെ നമ്മൾക്ക് വേണോ? എന്തുണ്ടാകണം? താഴ്മയുണ്ടാകണം, അല്ലേ? യഹോവ ഭക്തി ഉണ്ടാകണം, അതിൻ്റെ കൂടെ എന്തുണ്ടാകണം? ഒരു താഴ്മയുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകണം എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ്? ഉപദേശങ്ങൾ തന്നിരിക്കുകയാണ്. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറിയതാണ് എന്നൊക്കെ പറയുന്നു, അല്ലേ? പിന്നെ എന്താണ്? അവളെന്താണ്? വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി സഭാപ്രസംഗിക്കകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? അവിടെ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം മായയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, അല്ലേ? ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നേടിയില്ലെങ്കിലും ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോകേണ്ടി വരും, അല്ലേ? അവിടെ എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സമ്പാദിക്കണം. അതാണ് സഭാപ്രസംഗിക്കകത്ത് മെയിനായിട്ടും പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെ സമ്പാദ്യങ്ങൾ മെയിനായിട്ടും എവിടെയായിരിക്കണം? നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, തനിക്ക് പ്രസാദമുള്ള മനുഷ്യനവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. വീണ്ടും അവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് സഭാപ്രസംഗിക്കകത്തും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ 3-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, അവൻ സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവം എന്താണ്? ദൈവത്തിൻ്റെ സമയത്ത് സകലതും ദൈവം ഭംഗിയായിട്ട് ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ നമ്മളെന്താണ്? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപേ ദൈവത്തിൻ്റെ ടൈമിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് ഇവിടെ സഭാപ്രസംഗി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ്? ഒരാളെ കഴിഞ്ഞും ഇരുവരാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? പ്രാർത്ഥിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഒക്കെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനെ കഴിഞ്ഞും ഒരാൾ കൂടി കൂട്ടത്തിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇത് മെയിനായിട്ടും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലേ? അവിടെ എന്താണ്? മുപ്പിലിച്ചരുടെ വേഗത്തിൽ അറ്റുപോകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് 4-ാം അധ്യായത്തിനകത്ത് സഭാപ്രസംഗി കേട്ടോ. 4-ാം അധ്യായത്തിനകത്ത് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ വചനങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വചനങ്ങൾ ഇങ്ങനെ ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി എന്താണ്? ഇനി അടുത്തത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ 5-ാം അധ്യായം, സഭാപ്രസംഗി 5-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. എന്ന് വെച്ചാൽ ഇന്നത്തെ നിൻ്റെ ന്യായം മറിച്ചു കളയുന്നുവെങ്കിൽ നീ എന്താണ്? അല്ലെങ്കിൽ നീ പാവപ്പെട്ടവനാണ് എന്ന പേരിൽ നിൻ്റെ നീതി മറിച്ചു കളയുന്നുവെങ്കിൽ നീ എന്താ? നീ അതിനകത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നീ വിസ്മയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? കാരണം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അടുത്ത വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഉന്നതന് മീതെ ഒരു ഉന്നതൻ അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പൊക്കത്തിൽ ആരുണ്ട്? ഒരു അത്യുന്നതനായ ദൈവമുണ്ട്, അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തോണം? വെയിറ്റ് ചെയ്തിരുന്നോണമെന്ന് ഇവിടെ നമ്മൾക്ക് ആഹ്വാനം തരികയാണ്. ഓക്കെ, ഇനി വീണ്ടും പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നത് 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ്? അടുത്തത് പറയുകയാണെങ്കിൽ പലരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, എന്തുകൊണ്ടാണ് ദൈവം തന്നെയല്ലേ ഈ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരുമല്ലേ? സത്യമാണ്, ദൈവമാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് സഭാപ്രസംഗി 7-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ദൈവം മനുഷ്യനെ നേരിലുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് വരുന്നു. അപ്പോൾ ഈ ദൈവ മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൂത്രങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്?
അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്മയും തിന്മയും ദൈവം ഉണ്ടാക്കിയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? തിന്മയെന്ന് പറയുന്നത് പിശാചാണ്. ഓക്കെ, അപ്പോൾ ഈ പിശാചിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. എന്തിനാണ് സൃഷ്ടിച്ചത്? അവനെ നേരുള്ളവനായിട്ട് അവനെ സൃഷ്ടിച്ചത്. അവനാണ് സൂത്രക്കാരനായിട്ട് മാറിയതല്ലേ? ദൈവത്തിൻ്റെ മീതെ അവൻ്റെ സിംഹാസനം വെക്കണമെന്ന് പറഞ്ഞു പിശാചിനെ ദൈവം അല്ലേ അവനെ തള്ളിയിട്ടു. അപ്പോഴാണ് അവൻ ആരായിട്ട് മാറിയത്? പിശാചായിട്ട് മാറിയത്, സൂത്രക്കാരനായിട്ട് അവൻ മാറിയത്. ആദ്യം അവൻ ദൈവത്തിൻ്റെ ഏഞ്ചലായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം മനുഷ്യനെയും ദൂതന്മാരെയും ഒക്കെ എന്തായിട്ടാണ് സൃഷ്ടിച്ചത്? നേരുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മറക്കരുത് കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഓർത്തോണം, അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് കടന്നു വന്നിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. എന്നിട്ട് ഓർക്കണം, അത് ഞാൻ വരുത്തി വെച്ചതാണോ അല്ലെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്നാൽ പലരും ഇതൊക്കെ വായിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? എന്നാൽ ഇതൊക്കെ നമ്മൾ വായിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാകുന്നത്? നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിന്നാണ് നമ്മൾക്ക് ജ്ഞാനം ദൈവം തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സഭാപ്രസംഗം സദൃശ്യവാക്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മളത് അത് വായിക്കുവാനായിട്ട് നമ്മൾ ടൈം എടുക്കണം. അപ്പോഴാണ് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഇനി അതിൻ്റെ സഭാപ്രസംഗം 11-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാം വാക്യം, 11-ാം അധ്യായം 1-ാം വാക്യം, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? പ്രവർത്തിച്ചോണം. നമ്മുടെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രവർത്തിച്ച് കഴിയുന്ന ആ സ്പോട്ടിൽ നമ്മൾക്ക് എന്ത് ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ റിസൾട്ട് വരണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്തായാലും റിസൾട്ട് അതിനുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ വിതയ്ക്കുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണ്? അതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഇവിടെ സഭാപ്രസംഗി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്, അതോ ഇതോ ഏത് സഫലമാകുമെന്നൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എന്താണ്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ചിലരുണ്ടല്ലേ, നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളാണ്. നമ്മൾ പ്രവർത്തിക്കാതെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പിന്നെയാണ് മനസ്സിലായത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം എന്നുള്ളത് പിന്നീടാണ് എനിക്കൊക്കെ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇനി എന്താണ്? അടുത്തതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുക, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനെ വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുട്ട് പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുൻപേ തന്നെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ നല്ല കാലത്ത് ചിലരുണ്ടല്ലേ, ഇപ്പം അങ്ങ് അടിച്ച് പൊളിച്ചൊക്കെ അങ്ങ് ജീവിക്കാന്നേ, ഇപ്പം നമ്മൾക്ക് തോന്നുന്ന പോലെയൊക്കെ അങ്ങ് ജീവിക്കാന്നേ, എന്നിട്ട് അവസാന സമയം വരുമ്പോൾ അങ്ങ് ദൈവത്തെ അന്വേഷിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർ ഓർക്കുക, എന്താ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ പ്രവൃത്തി നല്ലതാകിലും ചീത്തയാകിലും, അത് നീ എപ്പോൾ ചെയ്തതാണെങ്കിലും എന്താണ്? അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ നമ്മളുടെ പാപങ്ങളും ഒക്കെ ക്ഷമിച്ചൊരു നിത്യത ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണെന്നറിയാവോ? അത് നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അതിനൊക്കെ ഒരു പ്രതിഫലം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്നുള്ളത് മറക്കരുത് എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി എന്താ പറയുന്നത്? നിൻ്റെ യൗവനകാലത്ത് എന്ന് വെച്ചാൽ നിൻ്റെ നല്ല സമയത്ത് നീ എന്ത് ചെയ്തോണം? സൃഷ്ടാവാം ദൈവത്തെ ഓർത്തോണം. ഇനി നീ അവസാന കാലം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാമെന്നോ അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നോ നന്നായിട്ട് ജീവിക്കാമെന്നോ എന്ന് വിചാരിച്ചിരിക്കരുത്. നിൻ്റെ നല്ല കാലത്ത്, യൗവനകാലത്ത് നീ എന്ത് ചെയ്തോണം? സൃഷ്ടാവിനെ ഓർത്തോണം, സൃഷ്ടാവിൻ്റെ പാതയിൽ നടന്നോണമെന്ന് ഇവിടെ അനുഭവസമ്പന്നനായ ഒരു മനുഷ്യൻ ശലോമോൻ രാജാവ് കൊടുത്തിരിക്കുന്ന ജ്ഞാനിയായ മനുഷ്യൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഇതിൻ്റെ ഫൈനൽ എന്താണ്? യഹോവ ഭക്തി അല്ലേ? സദൃശവാക്യം എടുത്താലും സഭാപ്രസംഗം എടുത്താലും നമ്മൾക്കിതിൻ്റെ ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവികമായ ജ്ഞാനം നമ്മൾ പ്രാപിക്കുക. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും യഹോവ ഭക്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നല്ല സമയത്ത് തന്നെ, ജീവിതത്തിൻ്റെ നല്ല സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തോണം? ദൈവത്തിൻ്റെ പാതയിൽ നടക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും നമ്മൾ എന്ത് ചെയ്തോണം? ആരംഭിച്ചോണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി അപ്പനമ്മമാരോട് പറയുന്നുണ്ടല്ലേ, നമ്മളുടെ മക്കളെ എന്താ പറയുക, അവരുടെ ബാല്യകാലത്ത് തന്നെ അവർക്ക് വേണ്ടുന്ന ശിക്ഷകളൊക്കെ കൊടുത്ത് നന്മയും തിന്മയും പറഞ്ഞു കൊടുത്ത് ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷ കൊടുത്ത് അവരെ വളർത്തണം എന്നുള്ളതും കൂടെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ എന്തിനാ? ഈ സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയൊക്കെ നമ്മൾ കൂടി അറിവ് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുക.
സാധിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളത് പ്രാപിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുവാനും നമ്മൾ തയ്യാറാകണം. പണ്ട് കാലത്തുള്ള ചില ഉപദേശിമാരൊക്കെ പറയുമായിരുന്നു, ഓ ശലോമോൻ എഴുതിയതൊന്നും ഞങ്ങൾ പ്രസംഗിക്കത്തുമില്ല വായിക്കത്തുമില്ല എന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ശുദ്ധ വിഡ്ഢിത്തരമാണ്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിളിനകത്ത് അത് ചേർത്ത് വയ്ക്കത്തുണ്ടായിരുന്നില്ല അല്ലേ? ഇന്നത്തെ കാലത്തല്ല, പഴയ കാലത്ത് അങ്ങനെ പറയുന്ന ഉപദേശിമാരുണ്ടായിരുന്നു. അതൊക്കെ വിഡ്ഢിത്തമാണ്. അങ്ങനെയല്ല. വിശുദ്ധ ബൈബിളിനകത്ത് അത് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ജീവിച്ച് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഫൈനലി യഹോവ ഭക്തി മുറുകെ പിടിക്കുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.